السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു തആല പേടിച്ച് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾട്ടെല്ലാവരോട്ടും വസിയത്താക്കിற ഉപദേശിக்கிற റബ്ബ് സുബ്ഹാനഹു തആല അത്തരത്തിൽ അവനെ പേടിച്ച് ജീവിக்கிற മുത്തഖിമാരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ സീറ ക്ലാസ് 88ാമത്തെ ക്ലാസ്സിലേക്ക് തിക്കറ് ഞങ്ങളെല്ലാവരും ഒട്ടികയും ലാസ്റ്റ് ക്ലാസ്സിൽ ഹിജറ ഒലിമ്പാമത്തെ വർഷത്തിൽ നടന്ന സംഭവ തിക്കറ് ഞങ്ങൾ ചൊന്നോ വന്ന വിഷയ അതിൽ തബൂക്ക് യുദ്ധത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിറങ്ങും ഭർത്താവുര വിഷയ ഐ തിക്കറ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നു വെച്ച വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിക്ക് വേണ്ടിട്ട് സദക്ക കൂച്ചൊന്നപ്പ കയ്യും കൺകുമില്ലാണ്ടെ സഹാബിറങ്ങ എല്ലാവരും ഒട്ടിಗಾയിട്ട് ಬಂತು ಅಂಕಂ ಕಾವ್ರದಾಯ ರೀತಿಲಿ ಅಂಗ ಸೊದಕಾಕ್ಯതും അത് നോക്കിയിട്ട് മുനാഫിക്കായ ആൾമാർ തമാസാക്കിയതുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിയതായത് ഇട്ടിക്ക് മുനാഫിക്കുമാർ യുദ്ധത്തിക്ക് പോണ്ടതിൽ നിന്നിട്ട് ഓരോരു കാരണ ചൊന്തു അങ്ങെന്താക്കിന്നാർ പെറുതിരിഞ്ഞാർ അങ്ങ യുദ്ധത്തിക്ക് വേണ്ടി റെഡി ആയിട്ടില്ല ಅಂತ മാത്രല്ല ഓരോരു അനാവശ്യമായിട്ടുള്ള ഓരോരു കാരണ ചൊന്തു ആ യുദ്ധത്തിൽ നിന്ന് പെറുതിരിഞ്ഞു ഇന്നാർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെಲ್ಲ ಬಂಡಿಲ್ಲಮ ಅಂಕಲ್ಲ ಒದುರು ಕೊಡ್ತು ಇಂತು ಓಕೆ ಬರಂಡ ಚೊന്നു ಇಂತು അതിലും അള്ളാഹു സുബ്ഹാനഹു തആല എന്താക്കിത്ത് നബിയെ നിങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഒതുರು കൊടുക്കണ്ട ചൊന്തും സൂറത്തു തൗബൽ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്றതും നമുക്ക് കാണാൻ സാധ്യം. അവിടെ തിക്കറ് മസ്ജിദുൽ ദിറാർ വിഷയ ഞങ്ങ മനസ്സിലാക്കുള്ള വിഷയ. മസ്ജിദുൽ ദിറാർ മുനാഫിക്കായ ആൾമാർ മദീനത്തെ ആ കുബ ചൊല്ற പല്ലിര മുട്ട കുബ പല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിക്ക് വന്നപ്പ സ്റ്റാർട്ടിക്ക് കെട്ടിയ ഒരു പല്ലി ഏറ്റിക്ക് ആ പല്ലിര മുട്ട പിന്നൊരു പല്ലി മുനാഫിക്കുമാർ നിർമ്മിക്കാർ. അത് മസ്ജിദുൽ ദിറാർ ചൊന്തേറ്റിക്കറ അറിയപ്പെട്ട പല്ലി. ആ പല്ലിരെ ഉദ്ഘാടനാക്കുകയും അവിടെ വന്ന് നിസ്കരിക്കുകയും വേണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് മുനാഫിക്കുമാർ ആവശ്യപ്പെടുറേ ഈ ഒരു സന്ദർഭത്തിലേറ്റിക്ക് സൂറത്തു തൗബരെ 107 108 ആയത്തിൽ ഈ മസ്ജിദുൽ ദിറാറിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്றது നമുക്ക് കാണാൻ സാധ്യം. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് വല്ലദീന ഇത്തഖദു മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് വല്ലദീന ഇത്തഖദു മസ്ജിദൻ ഒരു വിഭാഗ ആൾമാർ ഒരു പള്ളി ഉണ്ടാക്കിയാർ. എങ്ങനത്തെ പള്ളി? ദിറാറൻ ഉപദ്രാക്ര പള്ളി, വകുഫ്റൻ കുഫ്റിന്റെ പള്ളി, അതേപോലെ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന മുഅ്മിനായ ആൾമാരെ പരസ്പര ഫിർഖാക്കൃതായ പള്ളി അത്. അതേപോലെ വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ അല്ലാഹുക്കെതിരായിട്ടും റസൂലുക്കെതിരായിട്ടും യുദ്ധാക്കൾക്ക് വേണ്ടിട്ട് അങ്ക് അഭയ കൊടുക്കുന്നതായി അങ്ക് വഞ്ചിതയ്ക്കുള്ള പള്ളി ഏറ്റിക്കുന്നത്. അതുകൊണ്ടിട്ടു വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന ആ മുനാഫിക്കായ ആൾമാർ ಬಂತು നിന്നൊട്ടിക്ക് ചൊല്ലാറ്, സത്യപിടിച്ചു ചൊല്ലാറ് ഈ പള്ളിയുടെ ഉദ്ദേശ നല്ലതല്ലാണ്ട് വേറെന്തുമല്ല. മാത്രമാ വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ അല്ലാഹു സാക്ഷി ഇട്ടിക്கிறார் അങ്ങ കളவு ചൊല്றாங்க ഇട്ടിக்கிறார் ചൊന്ത അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു തൗബ 107ാമത്തെ ആയത്തിൽ ചൊല്றது നമുക്ക് കാണാം. അപ്പൊ അങ്ങനത്തെ ഒരു പള്ളി മുനാഫിക്കായ ആൾമാർ നിർമ്മിച്ചെന്നാർ. അതെന്തിനാ സംഭവം എന്തിരെ നമുക്ക് മനസ്സിലാക്കുന്നില്ല എന്താ ചൊന്നെ മദീനത്തിൽ ഫസ്റ്റ് ജണ്ട് ഗോത്രയും തലേ ഔസ് ഹസ്റജ് ഗോത്രയും അത് നമുക്ക് പിടിയുള്ളതേറ്റിക്ക് ഹസ്റജ് ഗോത്രത്തെ പുരോഹിത ഇട്ടിക്കർ അബു ആമിർ ചൊന്തുള്ള ആള് അബു ആമിർ ഹസ്റജ് ഗോത്രത്തെ പുരോഹിത ഇട്ടിന്ന. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിക്ക് ഇസ്ലാംക്ക് വന്നപ്പ മദീനത്തിൽ ഇസ്ലാം പ്രചാരമായപ്പ സാധാരണ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചെന്നാർ. മാത്ര ഈ ഹസ്റജ് ഗോത്രത്തെ പുരോഹിത ഇത്തിന്ന അബു ആമിർ എന്താക്കിയിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല.
അയാള് മദീന വിട്ടു മക്കത്ത് പോയിട്ട് മക്കത്തെ മുഷ്രിക്കുമാരൊട്ടിಗೆ കൂടിട്ട് ഫിത്നം ഫസാദാക്കി ഇന്ന ഒരാളായിട്ടിക്കറ് ഈ അബു ആമിർ ചൊല്ലുന്ന ആൾ. അങ്ങനെ ഉഹുദ് യുദ്ധത്തില് ശത്രുമാരൊട്ട നിന്നിട്ട് മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് യുദ്ധാക്കിയ ഒരാളായിട്ടിക്കറ് ഈ അബു ആമിർ. മാത്രമല്ല ഉഹുദ് യുദ്ധത്തെ ആ ഒരു സന്ദർഭത്തില് ഒരു വഞ്ചനരെ ഗുലിയാക്കിയിട്ട് അത് ആ ഗുലിക്ക് ബൂലും പോലെ മുസ്ലിമീങ്ങൾ ഗുലിക്ക് ബൂലും പോലെ ആക്കിയാറ് ഈ അബു ആമിറായിട്ടിക്കറ്. ಅದರ ഒരു ഗുലിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൂന്ത് നബിയുടെ പല്ല് പൊട്ടിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തുക്ക് ഗായായതെല്ലാം ഞങ്ങ ചരിത്രത്തിൽ മനസ്സിലാക്കിയതായിട്ട് ഇത് അതെല്ലാം ആക്കിയാറ് ഈ അബു ആമിർ ചൊല്ലുന്ന ആളായിട്ടിക്കറ്. അങ്ങനെ ലാസ്റ്റ് ഉഹുദ് യുദ്ധമായിട്ട് ഖന്തക് യുദ്ധമായിട്ട് ലാസ്റ്റ് മുസ്ലിമീങ്ങൾ വിജയിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇയാൾ എന്താക്കര് ഷാമര ഭാഗത്ത് കൊണ്ട് ഷാമര ഭാഗത്ത് റോമറങ്ങളുടെ കൂടിയിട്ട് ഇവിടെ മദീനത്തിലുള്ള മുനാഫിക്കുമാർക്ക് ലെറ്റർ എഴുതി എന്തിരെ നിങ്ങൾ ഞങ്ങൾ ഒട്ടിಗಾವ ನಾನು ಊಡ್ರೆ ಸೈನ್ಯತೆ ಕೊಮಂಡೆ അതേപോലെ മദീനത്തിലുള്ള മുസ്ലിമീങ്ങളെല്ലാം ഓടുപാട്ടണു പർത്താക്ക് പാട്ടണു അങ്ങനെയുള്ള ചൊന്തായാലും ലെറ്റർ എഴുതി. അങ്ങനെ ലാസ്റ്റ് ഈ അബു ആമിർ ലെറ്ററിൽ എഴുതി എന്തിരെ നിങ്ങൾ അവിടെ ഒരു പള്ളി നിർമ്മിക്കണം. എവിടെ മദീനത്തില് കുബത്ത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കണം. ആ പള്ളി എന്തിനായിട്ട് ഞാൻ ഇവിടെ സൈന്യത്തെ കൊമ്പറുമ്പോ അവിടെ ഞങ്ങൾ എന്താക്കാം ഒട്ടികായിട്ട് അവിടെ ഞങ്ങൾ ഒരു അഭയ കേന്ദ്രമായിട്ട് അവിടെ ഒരു വഞ്ചി തെച്ചിട്ട് ഞങ്ങൾ മീറ്റിംഗ് എല്ലാം കൂടിയിട്ട് എന്താക്ക ഞങ്ങൾ മുസ്ലിമീങ്ങളെ പർത്താക്ക ചൊല്ലുന്ന രൂപത്തിലുള്ള ഒരു പള്ളി നിങ്ങൾ നിർമ്മിക്കൊണ്ടേറ്റിക്കർ അബു ആമിർ ലെറ്റർ എഴുതി. അങ്ങനെ ಅದರ അടിസ്ഥാനത്തിലേറ്റിക്കർ മദീനത്തിലുള്ള മുനാഫിക്കുമാർ പള്ളി നിർമ്മാണം ആക്കര്. പള്ളി ആക്കിയാൽ പിന്നെ അങ്ങനെ നബിരൊട്ടിക്ക് ಬಂತು ചൊന്നെಂದ್ರೆ നബിയെ ഞങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയ എന്തൊക്കെ ചൊന്നെങ്കിൽ കുബത്തുക്ക് പോകൂ ദൂര ഉള്ളേ കൊറിയ പാവത്തങ്ങളുള്ളാർ മുസ്ലിമീങ്ങൾ കൊറിയ പാവത്തങ്ങളുള്ളാർ അനക്ക് കഷ്ടാവും. അപ്പൊ അനക്ക് സുലാഭാവുക വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നൊരു പള്ളി ഉണ്ടാക്കിയ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുന്നു അവിടെ വന്നിട്ട് ജനറക്കാർ നിസ്കരിക്കുന്നു. കാരണം നിങ്ങൾ നിസ്കരിച്ചെങ്കിൽ പിന്നെ മുസ്ലിമീങ്ങൾ എന്താക്കാർ ആ പള്ളിയെ അംഗീകരിക്കാർ. അപ്പൊ ആ മുസ്ലിം അംഗീകരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ വന്നിട്ട് ജനറക്കാർ നിസ്കരിക്കുന്നു ചൊന്തെന്താക്കിയാറ് മുനാഫിക്കുമാർ വന്നിട്ട് ഈ ഒരു സന്ദർഭത്തിൽ അതായത് തബൂക്ക് യുദ്ധത്തിക്ക് പർത്താവുന്ന സന്ദർഭത്തില് നബിരൊട്ടിಗೆ ಬಂತು ആവശ്യപ്പെട്ടാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവങ്ങളോട് ചൊന്തു ഓക്കെ ഞാൻ നിസ്കരിക്കിற മാത്ര ഇപ്പ ആവില്ല ഇപ്പ ನಾನು തബൂക്ക് യുദ്ധത്തിക്ക് പർത്തായ ഉണ്ടുള്ളി. അങ്ങനെ ഇസബുലു തബൂക്ക് യുദ്ധ ആയിട്ട് ഞാൻ റിട്ടേൺ ಬಂದಿൽ പിന്നെ എന്താക്കുക ഈ പള്ളിയില് നിസ്കരിക്കിற ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവങ്ങളോട് ചൊന്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിക്ക് പോയിട്ട് പിന്നെ റിട്ടേൺ വരുമ്പോ ആ റിട്ടേൺ ಬಂಡೆ സന്ദർഭത്തില് അവൻ ചൊല്ലുന്ന ജാഗി എത്തിയപ്പ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഹി ಬಂಡೆ. അതേ ടിക്രി ഈ ആയത്ത് സൂറത്തു തൗബരെ ആയത്ത് നാ ചൊന്ന 107 108 ആയത്തിൽ അള്ളാഹു ചൊല്ലുற അവിടെ ലാ തഖും ഫീഹി അബദ എന്തെങ്കിലും ആ പള്ളിಗೆ പോയിട്ട് നിസ്കരിക്കോത്തീരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറു ആ പള്ളിಗೆ പോയിട്ട് നിസ്കരിക്കോത്തീരാ. അത് കുഫുറിന്റെ പള്ളിയേറ്റിക്കറ് ഉപദ്രാക്ര പള്ളിയേറ്റിക്കറ് അതേപോലെ മുഅ്മിനീങ്ങളെ പരസ്പര ഭിന്നത്താക്കൃതായ പള്ളിയേറ്റിക്കറ്. ലമസ്ജിദു നുസ്സിസ അല തഖ്വ മിൻ അവ്വലി മാ തഖൂമു ഫീ ഫസ്റ്റ് ഉണ്ടാക്കിയതായ തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള പള്ളി ഉണ്ട് അവിടെ, അതായത് കുബാ പള്ളി. ആ പള്ളിയേറ്റിക്കർ അല്ലാഹ് തന്റെ ഉത്തമമായ പള്ളി. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു അവിടെ കുറെ ഉള്ളാർ ആ പള്ളിക്ക് പോയിട്ട് അതായത് കുബാ പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങ അങ്ങ പരിശുദ്ധത്തെ ആഗ്രഹിക്കറങ്ങായിട്ടിക്കറാർ, പരിശുദ്ധത്തെ ഇഷ്ടപ്പെടുറങ്ങായിട്ടിക്കറാർ. വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ആഗ്രഹിക്കറങ്ങളെ ഇഷ്ടപ്പെടുറവണൈത്തിക്കറ ചൊന്തൈത്തിക്കറ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. ಅದರ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത് ആ പള്ളിരെ വടിച്ചുപുടകും ആ പള്ളിരെ കത്തുപാട്ടുക്ക് വേണ്ടിയിട്ട് സഹാബിരങ്ങളൊട്ടിಗೆ ഓർഡർ ആക്കിയപ്പ ആ പള്ളിരെ സഹാബിരങ്ങ വടിച്ചിട്ട് കത്തുപാട്ടി ബുട്ടാറണ്ടൈത്തിക്കറ് ചരിത്രത്തില് ആ മസ്ജിദുൽ ദിറാർ ചൊല്ലുற പള്ളിരെ വിഷയത്തില് നമുക്ക് മനസ്സിലാക്കുകൊള്ളി. ഇത് എപ്പ ഈ മുനാഫിക്കുമാർ ಬಂತು നിസ്കരിക്കുക ആവശ്യപ്പെടുறപ്പ ഇത് തബൂക്ക് യുദ്ധത്തിക്ക് പർത്താവുന്ന സന്ദർഭത്തിലെത്തിക്ക്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 30,000 സൈന്യത്തെ റെഡിയാക്കിയിട്ട് തബൂക്ക് യുദ്ധത്തിക്ക് വേണ്ടിയിട്ട് എന്താ ಅವರು പർത്താവും. അങ്ങനെ പർത്താവുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കസീനും അതേപോലെ മർമനുമായിട്ടുള്ള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഗൈറ്റിക്കറ് മദീനത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കര്. ഇവിടെ മദീനത്തെ നീ നോക്കണം, ഈ മദീനത്തില് എന്തെಲ್ಲ ಕೊರತುಂಡು ಅದೆಲ್ಲ ನೀ ನೋಡ್ಕೊಂಡು ಚೊಂತು ಮದೀನത്തെ ಎಲ್ಲಾ ಕಾರ್ಯಂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಅಲಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ರೈಟಿಕರು ಏಲ್ಪಿಕರು. ಆಕ್ಚುಲಿ ಅಲಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಆರು
നല്ല ശുജാത്തുല്ല്, ധൈര്യശാലിയുല്ല്, ഏതൊരു ശത്രുടും എതിർക്കുകയാവൃതായെ പരാക്രമിയായിട്ടുള്ള ഒരാളെ ഇട്ടിക്കറാറ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു. അലി റളിയല്ലാഹുവിന് വിചാരിച്ചത് ഞാൻ യുദ്ധത്തിക്ക് ബണ്ടാൻ, ഞാൻ യുദ്ധത്തിക്ക് പോയിട്ട് ശത്രുമാരോട്ടിക്ക് ഹോറാടുற ചൊല്ലെ നീയത്തിലെ ഇത്തിക്കല അലി റളിയല്ലാഹുവിന് ഉള്ളേ. ആ സന്ദർഭത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ മദീനത്തെക്കാരെ നീ നോക്കണു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു നബിയോട് കേക്കറ് അതുഖല്ലിഫുനി ഫിസ്സിബിയാനി വന്നിസ, നബിയെ നണ്ടൊട്ടിಗೆ നന്റെ നിങ്ങ മക്കളൊട്ടിയും പെണികളും മുട്ട വിട്ടുകൊണ്ടമാ ചെന്നെങ്കിൽ ನಾನು നല്ല സുജാത്തുല്ലെ ധൈര്യശാലിയുള്ള ഒരാള്, ശത്രുമാരോട്ടിക്ക് ഹോരാടുക ശക്തിയുള്ള ഒരാള്. അപ്പൊ അങ്ങനെയുള്ള നാണ് മക്കളൊട്ടിക്കും പെണികളൊട്ടിക്കും കഴിഞ്ഞുകൂടുറമ, അങ്ങനൊട്ടിക്ക് നീ നല്ല വിട്ടുപോണ്ടമാ ചൊന്തേറ്റിക്ക് അലി റളിയല്ലാഹു അൻഹു നബിയോട് കേക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു ചൊല്ലു അലാ തർള അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ, നിക്കിഷ്ടില്ലേ മൂസാ നബിരെ സഹായാക്കാറ് ഹാറൂൻ നബി. അപ്പൊ ഹാറൂൻ നബിരെ സ്ഥാനത്ത് നീ നിൽക്കൂ, നിക്ക് അത് തൃപ്തിയല്ലേ, നിക്കത് ഇഷ്ടല്ലേ ചൊന്തേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിട്ടൺ അലി റളിയല്ലാഹു അൻഹു കേക്ക്. അതായത് നന്റെ വിഷയത്തിൽ നീ ആരുടെ സ്ഥാനത്തുള്ളേ? ഹാറൂൻ നബിയുടെ സ്ഥാനത്തുള്ളേ. കാരണം എന്തേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് എടുക്കുക ഹാറൂൻ നബിരെ വിട്ടുട്ടേറ്റിക്കർ പോണ്ടേ. ഹാറൂൻ നബിരോട് ചൊല്ലെ ഈ കൗമറി നീ നോക്കണുട്ടു ചൊന്തേറ്റിക്കർ മൂസാ നബി പോണ്ടേ. അപ്പൊ അതേ ഒരു സ്ഥാനത്തിലേറ്റിക്കർ നീനിപ്പോ ഉള്ളേ, ഹാറൂൻ നബിയുടെ സ്ഥാനത്തിലേറ്റിക്കർ നീനുള്ളേ, അത് നിക്ക് ഇഷ്ടല്ലേ ചൊന്തേറ്റിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറ. മാത്രമാ അതിരൊട്ടിಗೆ നബി പിന്നൊരു കാര്യം ചൊല്ലെ ഇല്ല അന്നഹു ലൈസ നബിയുൻ ബഅദി, നന്റെ പിന്നെ ഒരു നബി ഇല്ല. അതായത് നീനിപ്പോ ഹാറൂൻ നബിയുടെ സ്ഥാനത്തുള്ളുണ്ടായെങ്കും ഹാറൂൻ നബി എന്തായിട്ടിക്കർ ഒരു നബി ആയിട്ടിക്കർ, മാത്ര നന്റെ പിന്നെ എന്തില്ല ഒരു നബി ഇല്ല. അപ്പൊ നോക്കൂ അവിടെ സഹാബികളെ മനസ്സിൽ ആ വിശ്വാസത്തെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേഞ്ച് ആക്കാത്ത രൂപത്തില് നന്റെ പിന്നെ ഒരു നബി പറകില്ല ചൊന്തു ഗ്യാരണ്ടി ആക്കി ചൊല്ലതായിട്ടിക്കർ നമുക്ക് കാണണ്ടേ. എവിടെ ഹാറൂൻ നബിയുടെ സ്ഥാനം കൊടുക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബിയാർച്ചു പോകണ്ട, എന്തിനെ നായൊരു നീ നബിയാകു പോണ്ടേ മാ ചൊന്തുള്ള ബിയാറ ബന്ത്രണ്ട. അപ്പൊ അത് കേട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് നന്റെ പിന്നെ ഒരു നബി ഇല്ല, ನಾನು ലാസ്റ്റ് നബി ആയിട്ടിക്കറ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുകൊള്ള കാരണ ചൊല്ലതായിട്ടിക്കറ് ഉലമാക്കന്മാർ ആ വിഷയത്തിൽ വിശദീകരിക്കര്. അപ്പൊ അത് ഞങ്ങൾ ദൃഢമായിട്ട് ഗട്ടിയായിട്ട് വെക്കണായ ഒരു വിശ്വാസം എത്തിക്കറ് നബിൽ പിന്നെ വേറെ ഒരു നബി ഇല്ല, നബി ലാസ്റ്റ് നബി എത്തിക്കറ് അല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്ര ഇന്ന് കുറെ ആൾമാർ എന്താക്കാറ് നബിൽ പിന്നെ കുറെ കള്ളപ്രവാദിമാരെ അംഗീകരിച്ചിട്ട് അങ്ങും നബീൻ ചൊന്ന് അംഗീകരിച്ചിട്ട് അങ്ങനെ പേരോട് പോണ്ടത് നമുക്ക് ഖേദകരമായിട്ട് കാണുക സാധ്യവന ഒരു കാര്യം എത്തിക്കറ്. ഖാദിയാനിമാർ അങ്ങ് മിർസാ ഗുലാം ഖാദിയാനിരെ നബീൻ ചൊന്ന് അംഗീകരിച്ചിട്ട് അയാളുടെ പേരോട് പോണ്ട ഒരു അവസ്ഥ എത്തിക്കറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഫസ്റ്റിಗೆ നമുക്ക് താക്കീത് തന്നത് എത്തിക്കറ്. നന്റെ പിന്നെ 30 ആൾമാർ കള്ളപ്രവാദിയായിട്ട് ബണ്ടാർ, ನಾನು നബി ചൊന്തു വാദിച്ചിട്ട് 30 ആൾമാർ ബണ്ടാർ ಅಂತ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റിಗೆ ചൊന്നു. നോക്കൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്തിരെ ലാ തഖൂമു الساعة حتى تلحق قبائل من امتي بالمشركين, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എത്രത്തോളം നന്റെ ഉമ്മത്തിങ്ങൾപ്പെട്ട ഒരു വിഭാഗം ആൾമാർ ഷിർക്കാക്കാണ്ടെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അതിൽ പിന്നെ വഹത്ത തുഅബദുൽ ഔസാൻ, എവിടെ ചൊന്നെങ്കിൽ ബിംബത്തെ ആരാധിക്കുന്നവിടേക്ക് പോണ്ടാർ. മുസ്ലിമീങ്ങ ബിംബത്തുക ആരാധിക്കുന്ന ഒരു അവസ്ഥ പണ്ട്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി 30 കദ്ദാബൻ, നന്റെ ഉമ്മത്തിങ്ങൾദിൽ 30 ആൾമാർ കലവ് ചൊന്തു നാൻ നബീൻ ചൊന്തു കലവ് ചൊന്തു ബണ്ടാർ. കുല്ലുഹും യസ്അമു അന്നഹു നബിയ്യുൻ, അങ്ങെല്ലാരും ചൊല്ലുന്നതിൽ നാൻ നബീൻ തൈത്തിക്കറ്. വഅന ഖാതിമുൻ നബിയ്യീൻ, നാൻ ഇത്തിക്കറ ലാസ്റ്റ് നബി, ലാ നബിയ്യ ബഅദി, നന്റെ പിന്നെ ഒരു നബി ഇല്ല ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അല്ലേ. അപ്പൊ 30 ആൾമാർ അങ്ങനെ ബണ്ടാർ. അതിൽ കുറെ ആൾമാർ ബന്ധറാർ. അതിൽ ഒന്നാമത്തേതാറ് മുസൈലിമത്തുൽ കദ്ദാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ട് ഇക്കര കാലത്തിലെ നാ നബീൻ ചൊന്തു ബന്ന ഒരാളെ ഇട്ടിക്കറ് മുസൈലിമത്തുൽ കദ്ദാബ്. അത് ഇൻഷാ അല്ലാഹ് ഹിജ്റ 10ാമത്തെ വർഷം വിശദീകരിക്കുമ്പോ അവിടെ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ള ഒരു ചരിത്ര ഇട്ടിക്കറ് ഈ മുസൈലിമത്തുൽ കദ്ദാബിന്റെ വിഷയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് അവൻ ബന്നത് ഇട്ടിക്കറ് നാ നബി ചൊന്തു ബന്നെ വാദിച്ച ഒരാളെ ഇട്ടിക്കറി മുസൈലിമത്തുൽ കദ്ദാബ് ഒന്നാമത്തേത്. അങ്ങനെ വന്നിട്ട് ഇത്തരത്തോളു ഞങ്ങളെ ചരിത്രത്തിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ലാസ്റ്റ് ബന്ന ഒരാളെ ഇട്ടിക്കറി മിർസ അഹമ്മദ് ഗുലാം ഖാദിയാനി. ഇയാളുടെ പേരോട് കുറെ ആൾമാർ അയാൾ നബീൻ ചൊന്തു പോയിട്ട് അങ്ങനെ തെറുതപ്പിപ്പോയി. അങ്ങ് മുസ്ലിം അല്ല, അങ്ങ് കാഫിർ ഇട്ടിക്കറ്. ഇസ്ലാം ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും
ಒಮ್ಮತ್ತ ಅಭಿಪ್ರಾಯ ಇಟ್ಟು ಚೊಂದದ ಇಟ್ಟಿಕ್ರೆ ಅಂದ್ರೆ ಅಂಗ ಮುಸ್ಲಿಂ ಐಟ್ ಅಂಗಲೆ ಪರಿಗಣಿಕುಗಾವುಲ್ಲ ಅಂಗ ಕಾಫಿರ್ ಇಟ್ಟಿಕ್ರಾರ್ അങ്ങ മുസ്ലിംർ ഒരു അനുകൂലം അങ്ങ് കൊടുക്കുകയില്ല. അതായത് അങ്ങളെ കൂട്ടത്തിൽ മറിച്ചെങ്കിൽ അങ്ങളെ ജനാസ നിസ്കരിக்கிறமா, അല്ലെങ്കിൽ അങ്ങളെ കബർ മുസ്ലിമിങ്ങളെ കബർസ്ഥാനത്തിൽ അടുக்கிறமா, അല്ലെങ്കിൽ അങ്ങളെ കൂട്ടത്തെ പെണ്ണുങ്ങളെ മങ്ങിലാവുറതാ, അല്ലെ അങ്ക് സലാം ചൊല്ലത് എന്തും ഇല്ല. മുസ്ലിമായി ഇസ്ലാമർ ഒരു ആനുകൂല്യം ഒരു മുസ്ലിമിക്ക് കൊടുക്കണായ ഒരു അനുകൂലം അങ്ങ് കൊടുക്കുകയില്ല. അങ്ങ് ഇസ്ലാമറെ പർത്തുപോയി അങ്ങ് ഇട്ടിക്രാറിന്റെ തിക്കറ് ആ വിഷയത്തില് പണ്ഡിതന്മാർ ഒമ്മത്താഭിപ്രായത്ത് നമുക്ക് പടിപ്പാട്ടി തണ്ടത് കാണാൻ സാധ്യമാണ്. ഏതായെങ്കിലും ഞങ്ങൾ റിട്ടേൺ ചരിത്രത്തിക്ക് പറവാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേറ്റിക്ക് മദീനത്തെ ഏൽപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിക്ക് വേണ്ടിട്ട് പറത്താവര്. അങ്ങനെ തബൂക്ക് യുദ്ധത്തിക്ക് പോണ്ട് പറത്താവര് ആ ഒരു നാള് അത് ಬ್ಯಾಲಾಸರ നാളೈತಿಂತು. അത് ಬ್ಯಾಲಾಸೈತಿಂತು. കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ അത് കാണും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ യൗമൽ ഖമീസ് ഫി ഗസ്വതി തബൂക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിക്ക് പറത്തയിരെ ಬ್ಯಾಲಾಸರಂಡೆ ഇത്തിക്കറ്. വകാന യുഹിബ്ബു അൻ യഖ്റുജ യൗമൽ ഖമീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫർ ഇഷ്ടപ്പെടുന്ന ಬ್ಯಾಲಾಸ ಅಂದ್ರೆ തേഴ്സ്ഡേ രണ്ട് സഫർ പോകൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാറ ഇഷ്ടപ്പെട്ടു. നബിയുടെ യാറത്തെ യാത്ര ಬ್ಯಾಲಾಸ രണ്ട് നബി ആക്കിയോയിന്ത്. അത് തപ്പിയെങ്കിൽ പിന്നെ ചെന്നിയാസൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫർ പോയോണ്ടിരുന്നു. അതെന്ത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಬ್ಯಾಲಾಸ സെലക്ട് ആക്കിയോയിന്ന് ചൊല്ലുற വിഷയത്തില് ഉലമാക്കന്മാർ രണ്ട് മൂന്ന് അഭിപ്രായം ചൊല്ലുறாർ. ഒരു അഭിപ്രായം തെറിച്ചൊന്നെങ്കിൽ അത് അള്ളാഹ് ഒരു ഹിക്മത്തിൽ ഭാഗമായിട്ട് അങ്ങനെ ആയിപ്പോയി അൺഎക്സ്പെക്ടഡ് ആയിട്ട് അങ്ങനെ ആയിപ്പോയിരണ്ടിക്ക് ഒരു വിഭാഗം ഉലമാക്കന്മാർ ചൊല്ലി. രണ്ടാമത്തെ വിഭാഗം ഉലമാക്കന്മാർ ചൊല്ലറേ ಬ್ಯಾಲಾಸ സഫർ ആക്കരുതേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ട. കാരണം വെള്ളിയാസ രണ്ട് സഫർ ആക്കരുത് നബി വെറുത്തോയിന്ത്, നബി അത് ഇഷ്ടില്ല ಅಂತ. അപ്പൊ വെള്ളിയാസ ഭൂലണ്ട ചൊന്തു നബി എന്താക്കിയോയിന്ത് ಬ್ಯಾಲಾಸ അത് തപ്പെങ്ക് ചെന്നിയാസ ഇങ്ങനെ ഇത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ ആക്കിയോയിന്ന്. കുറെ ഉലമാക്കന്മാർ ചൊല്ല ಬ್ಯಾಲಾಸ ചൊല്ലறது അള്ളാഹുര മുട്ട അമല് വൈറ്റ് പോണ്ടെ അള്ളാഹുര മുട്ട അമല് പോണ്ടെ നാളെ ഇട്ടിക്കറ് ഈ ಬ್ಯಾಲಾಸ. അപ്പൊ അത് കേട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുര മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ അതും ഒരു അമല് സ്വാലിയത്തെ ഇട്ടിക്കറ്. ആ അമല് സ്വാലിയത്തെ ആക്കുറൊട്ടികമേ നന്റെ അമൽ അള്ളാഹുര മുട്ട പോട്ടു ചൊന്തുള്ള ഉദ്ദേശത്തിൽ ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಬ್ಯಾಲಾಸ രണ്ട് സഫർ പോയിട്ടിട്ടും കുറെ ഉലമാക്കന്മാർ അഭിപ്രായം ചൊല്ലறது കാണും. ഏതായെങ്കിലും തബൂക്ക് യുദ്ധത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറത്തായിര് ഒരു ಬ್ಯಾಲಾಸരെ നാളെ ഇട്ടിക്കറ്. അങ്ങനെ അങ്ങ് മുസ്ലിം സൈന്യ 30,000 ചില്ലറ ആൾമാർ മദീനത്തെ വിട്ടിട്ടങ്ങ് തബൂക്ക് പോയാണ്. ആ യാത്രയില് നടക്കരുതായ 2-3 സംഭവ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യവും. അതിൽ ഒന്നേ ടിക്കറ് എന്ದ್ರೆ നമുക്ക് ഹദീസിൽ കാണ്ട് ലമ്മ കാന ഗസ്വതു തബൂക്ക് അസ്വാബൻ നാസി മജാഅതു. തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തിൽ ആ യാത്ര പോകുമ്പോ മനുഷ്യന്മാർക്ക് ആൾമാർക്ക് സഹാബിരങ്ങൾക്ക് പൈക്കുക സ്റ്റാർട്ട് ചെയ്തു. ജോറും പൈക്കുക സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പൈച്ചിട്ടാകുമ്പോ അങ്ക് തടയാണ്ടാവുമ്പോ അതേ ടിക്കർ അണ്ട ആ തബൂക്ക് യുദ്ധ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന പോലെ ഭയങ്കര വെയിലിന് ಬೇಸಿಗೆ ಕಾಲ ಇತ್ತಿಂತದು. ಅದು ಮಾತ್ರ ಅಲ್ಲ ಕೈಲಿ ಫುಡ್ ಇಲ್ಲಾತ್ತೆ ಸಂದರ್ಭ ಇತ್ತಿಂತದು. ಆಯಂಗು ಆ ಕಷ್ಟ ಬಂತು ಅಂಗ ಅಂದಾಕಿನಾರು ಸಾಬಿರಂಗ ಪೋಯಿನಾರು ಅಂಕ ಪೈಕು ಸ್ಟಾರ್ಟ್ ಆಯ್ತು. ಲಾಸ್ಟ್ಗೆ ಅಂಗ ನಬಿರ ಮುಟ್ಟ ಬಂತು ಕೇಟಾರು ನಬಿಯೇ ಯಾ ರಸೂಲ್ ಅಲ್ಲಾಹ್ ലൗ അതിൻതലന ഫനഹർന നവാദിഹന ഫഅക്കൽന വഅദ്ദഹന. നബിയെ ഞങ്ങളെ കൂട്ടത്തിലുള്ള വൺടെരെ ഞങ്ങളെ മുട്ടുള്ള വൺടെരെ ഞങ്ങൾ അറക്കട്ട അതറുത്തിട്ട് ഞങ്ങൾ തിന്നട്ട ജോറ് പൈച്ചുകൊണ്ട് ഞങ്ങൾക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ഫഅലു നിങ്ങൾക്ക് അങ്ങനെ ആവറുണ്ടായി നിങ്ങൾ ആക്കുറു. അതായത് വൺടെര അറുത്തിട്ട് നിങ്ങൾ തിന്നറാ ഉദ്ദേശിക്കാറുണ്ടായെങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കുറു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അപ്പൊ ഇത്തിക്കರು ഉമർ റളിയല്ലാഹു അൻഹു നബിರ മുട്ട ಬಂಡೆ നബിರೊಟ್ಟಿಗೆ ചൊല്ലற ഫഅക്കലു നബിರೊಟ್ಟಿಗೆ ചൊല്ലി നബിയെ ഇങ്ങനെ വൺടെറല്ല അർത്ഥോണ്ട് പോയെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ പോകു വാഹനം ഇല്ല ಅಂತಾವು. അപ്പൊ അത് കഴിത്ത് നീ എന്താക്കു ഉമർ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം ചൊല്ലറി എല്ലാവരുടെ കയ്യിൽ നിന്ന് ഫുഡ് ഒട്ടിಗೆ ಹಾಕಿಟ್ಟು ಅದಕ್ಕೆ ಬರ್ಕತ್ಗೆ ಬೇನೆ നിങ്ങൾ അല്ലാഹുവോട് ദുആ കരു അല്ലാഹു ഒരു സമയ ಅದಕ್ಕೆ ಬರ್ಕತ್ತು തರುವ ചൊന്തു ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കರು നബിരൊಟ್ಟಿಗೆ ഒരു അഭിപ്രായം ചൊല്ലു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അഭിപ്രായ സമാന്റ് കണ്ടിട്ട് നബി എന്താക്കിತ್ತು ബാക്കിന്റെ സഹാബികളോട് ചൊന്തു നിങ്ങളെ കയ്യിലുള്ള ഫുഡ് ಎಲ್ಲ ಕೊಂಬರು ചൊന്തു എല്ലാരോട് ചൊന്തു. അങ്ങനെ സഹാബിര അങ്ങനെ കയ്യിലുള്ള ഫുഡ് അങ്ങ് എന്താക്കിയാറ് കൊറിയങ്ങ ഈത്ത പൊലക്ക് വന്നാറ്, കൊറിയങ്ങ ഗോധി കൊമന്നാറ്, കൊറിയങ്ങ ബാർലി കൊമന്നാറ്. അങ്ങനെ കയ്യിലുള്ള ഫുഡ് ಎಲ್ಲ ತೆಲ್ಲ ಒಟ್ಟಿಗೆ ಹಾಕ್ಯಾರು. ಎಲ್ಲ ಒಟ್ಟಿಗೆ ಹಾಕಿತ್ತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം ഇട്ടിട്ട് ಅದಕ್ಕೆ ಬೇണ്ടിಟ್ಟು
ആ ഫുഡുക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു ബർക്കത്ത് വേണ്ടി ദുആർന്നത്. അങ്ങനെ ബർക്കത്ത് വേണ്ടി ദുആർന്നപ്പ ಅಲ್ಲಾಹ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮುಅಜಿಜತರ ಪ್ರಕಾರ ಆ ಫುಡ್ಗೆ ಬರ್ಕತ್ತು ಬಂತು. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ചൊല്ലുന്നു, നിങ്ങൾ നിങ്ങളെ പാത്രം നിങ്ങൾ കൊമ്പറു, ഇതില് എത്ര നിങ്ങൾക്ക് കിട്ടും അത്ര നിങ്ങൾ എടുത്തിട്ട് നിങ്ങളെ പാത്രം നിങ്ങൾ നൊറയ്ക്കരു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നപ്പ സഹാബിര ഞങ്ങളെ പാത്രം എല്ലാവരും നൊറച്ചാൽ എല്ലാവരുടെ പാത്രം ഫുൾ ആയിട്ടുണ്ടായിട്ട് ഹദീസിൽ കാണ്ടി ഫഅകലു ഹത്താ ശബിഉ, അങ്ങ് അതിൽ തിണ്ടാറ് അങ്ങനെ വയറു നിറഞ്ഞിട്ട് വഫദലതു ഫദലത്തുൻ, അതേപോലെ അങ്ങനെ പാത്രത്തിൽ നൊരത്ര അങ്ങനെ ഫുഡ് അങ്ങ് എടുത്താർ. അത് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅജിസത്ര പ്രಕಾರ അള്ളാഹു അവിടെ ബർക്കത്ത് കൊടുക്കുന്നത് കാണ്ടി. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, அல்லாஹ் அல்லான்ட்டு ஒரு இலா இல்ல சொல்றது நான் சாட்சி வைக்கிறேன், நான் அல்லாஹ்வுடைய ரசூல் சொல்றது நான் சாட்சி வைக்கிறேன். லா யல்கல்லாஹ பிஹிமா அப்துன் ഗൈറ ஷாக்கின் ഫയുഹ്ജബ അനിൽ ജന്ന. ഈ രണ്ട് വിഷയ, അതായത് അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹില്ല, അള്ളാഹുടെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ റസൂൽ ചൊല്ലി ഈ രണ്ട് വിഷയ ഒരു ഡൗട്ടും ഇല്ലാണ്ട് വിശ്വസിച്ചിട്ട് അള്ളാഹുരെ കണ്ടുമുട്ടുറവർത്ത ഉള്ളാണ്ടായെങ്കിൽ അവനക്ക് സ്വർഗ ഗ്യാരണ്ടി ചൊന്തേറ്റിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്. അതായത് ഇതൊർത്ത് അംഗീകരിച്ചിട്ടായെങ്കിൽ അവന്റെ ജീവനത്തിൽ വേറെ എന്ത് തപ്പിന്നെങ്കും ശിക്ഷ അനുഭവിച്ചാൽ പിന്നെ എന്തായെങ്കും അവൻ എന്താക്കുക സ്വർഗத்துக்கு പോണ്ട സ്വർഗ ഗ്യാരണ്ടി ஐத்திக்கிற சொல்ற உத்தேச ஐத்திக்கிற ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் உடைய சொல்ற. அது கேட்டிக்கிற ஷிர்க் சொல்றது വലിയ തപ്പ്. ഷിർക്കല്ലാത്ത എന്തു തപ്പാക്കിയെങ്കിൽ അള്ളാഹു സ്വലപ്പ ആದ್ರೆ ശിക്ഷ പിന്നെ എന്താക്കുക സ്വർഗത്തിൽ കിട്ടുന്ന ഗ്യാരണ്ടി. അത് കേട്ടിക്കിற തൗഹീദ് സ്വീകരിക്കുന്നു சொல்றது എല്ലാത്തಂಟಿ ಇಂಪಾರ್ಟೆಂಟ್ ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ള വിഷയം. അത് ഞങ്ങൾ യാർ ഗൗരവമായിട്ട് കാണണം ഒന്നൈറ്റിക്ക്. അങ്ങനെ പിന്നെ ഈ സംഭവമായിട്ടും അങ്ങ് പിന്നെന്തായാലും പിന്നെ യാത്ര പോയാർ സഹാബിരങ്ങ അവിടെ പിന്നെ ആ തബൂക്ക് യാത്ര പോകേണ്ടിക്കർ ചൊമ്മ കഷ്ട വന്നാർ. ചൊമ്മത്തെ ഹദീസിൽ നമുക്കത് കാണാൻ സാധ്യവും. തബൂക്ക് യുദ്ധത്തെ യാത്രയിൽ സഹാബിരങ്ങ ಬಂದ കഷ്ട ಬೇರೆ ഒരു യുദ്ധത്തെ സന്ദർഭത്തിലും ಬಂತಿಕ್ಕಾಲ. അത്ര കഷ്ട ഇത്തിക്കർ സഹാബിരങ്ങുണ്ടായി. നല്ല ചൂടുള്ളി ഉഷ്ണവുള്ളി ആ മരുഭൂമിയിലേറ്റിക്കർ അങ്ങ് നടക്കറി ഒಂಟರಿ യാത്ര. അതേപോലെ ಬೇಸಿಗೆ ಕಾಲ മരുഭൂമിയില് ಅಂದ್ರೆ ഭയങ്കര കഷ്ടത്തിൽ ഒരു തിങ്കൾ ദൂരമില്ലേ ആ ഒരു സഫർ. നമുക്കിപ്പ ഊടര സമ്മരെ നമുക്ക് സദിക്കുകയില്ല. അപ്പൊ അണ്ടത്തെ കാലത്ത് ആ മരുഭൂമിയിൽ എങ്ങനെ നടന്നു തിക്കുവാറ് ചുന്ത നമുക്ക് ഊഹിക്കുക സമയത്ത് സാധ്യല്ല. അത്ര കഷ്ടത്തിലേറ്റിക്കറ് ആ ഒരു യാത്ര പോണ്ടേ. ലാസ്റ്റ് പൈച്ചപ്പ എന്താക്കിയാറ് അങ്ങനെ കയ്യിലുള്ള ഈത്തപ്പല ഒരു ഈത്തപ്പല അതിരെ ഉജുംബിട്ട് അങ്ങ് എന്താക്കറ് കീസൽ വയ്ക്കും. കാരണം വേണല്ലേ ഫുഡ്. അങ്ങനെ ലാസ്റ്റ് അത് തിന്നിട്ട് ഒരു മുക്കിളി തന്നി കുടിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ട് കറങ്ങ ആ യാത്ര പോണ്ടേ. ലാസ്റ്റ് തന്നി കിട്ടാണ്ടാവുമ്പോ അങ്ങനെ കയ്യിലുള്ള ഒಂಟರ അറുത്തിട്ട് അതിരെ ആ ഒಂಟರ ഹംപുലുള്ളിലെ ആ ചെറുബിരെ പുലിഞ്ഞിട്ട് അതിരെ തന്നി എടുത്തിട്ട് അങ്ങ് കുടിച്ചാർ. അത്ര തോലങ്ങ സഹാബിരങ്ങ് കഷ്ട ಬಂದಾರುಂಟೈತಿಕ್ಕರು. സുബ്ഹാനല്ലാഹ്. അങ്ങ് ಬಂದು ತ್ಯಾಗಂದ್ರೆ അള്ളാഹുರ മാർഗത്തിൽ അങ്ങ് ಬಂದ കഷ്ടಂದ್ರೆ അങ്ങനെ ചരിത്രം നമ്മൾ നോക്കിണ്ടായെങ്കിൽ അത്ഭുതപ്പെട്ടു പോണ്ട. അപ്പൊ അങ്ങനെ ഇട്ടിക്കറ് സഹാബിരങ്ങ ആ ഒരു സഫറില് കഷ്ടപന്നി. ലാസ്റ്റ് കൊറിയ സഹാബിരങ്ങ മനസ്സിൽ വിയർച്ചു പോയാർ. ഞങ്ങൾ ബറാണ്ടിന്തിരങ്ങ് നല്ല ആവാത്തുണ്ട് ചൊന്ന അത്ര കഷ്ടായി പോയി തങ്ങൾക്ക്. അതിനെ ഇട്ടിക്കർ അള്ളാഹു സൂറത്തു തൗബരെ 117 ആയത്തിൽ അള്ളാഹു ചൊല്ലി ലഖദ് താബല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി കൊടുത്ത ആർക്ക് അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ, നബിക്കും മുഹാജിർമാർക്കും അൻസാർമാർക്കും അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ, ആ കഷ്ടത്തെ ടൈമില് നബിരെ ഫോളോ ആക്കിയിട്ട് പോയി സഹാബിരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി കൊടുത്ത. മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും, കുറേ ആൾമാരുടെ കൽബ് തപ്പിപ്പോയിട്ട് ആ ഒരു സന്ദർഭം നിങ്ങൾ അങ്ങ് വിയർച്ചു പോയാൽ ഞങ്ങൾ ബറാണ്ടിന്നരെ നല്ലവർ. അപ്പൊ ഈ കുറേ ആൾമാരുടെ മനസ്സ് സമയത്ത് തപ്പിപ്പോയിട്ടും അതിൽ പിന്നും ഞാൻ എന്താക്കിയ സുമ്മ താബ അലൈഹിം അങ്ക് നാം മാഫാക്കി കൊടുക്കാനായിട്ടിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിഷയത്തിൽ ചൊല്ലി ഇന്നഹു ബിഹിം റഊഫുർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാട്ടുറവനും അതേപോലെ സഹന ഉള്ളവനുമായിട്ടിക്കറ ചൊന്തയിട്ടിക്കറ് ആ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. അങ്ങനെ ഇതേപോലെ ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പെറോലു നിണ്ടിട്ട് നിസ്കരിച്ച ഒരു സംഭവം നമുക്ക് കാണാൻ സാധ്യവും. ഇത് തബൂക്ക് യാത്രയിലെ ഐറ്റിക്കർ സംഭവിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ്മൂമായിട്ട് നിസ്കരിച്ച്
ജന്റെ സഹാബിരങ്ങളെ പേരുള്ളൂ. ആരല്ല? ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായ ലാസ്റ്റ് സന്ദർഭത്തിൽ ഇമാമായിട്ട് നിസ്കരിക്കുക ആവാണ്ടാവുമ്പോൾ ഓർക്ക നബി എന്താക്കിയിട്ട് മഅ്മൂമായിട്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരുള്ളൂ നിസ്കരിച്ചതുണ്ട്. അതേപോലെ രണ്ടാമത്തെ സഹാബി അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആയിട്ടിക്കർ. അത് ഈ തബൂക്കിന്റെ സന്ദർഭത്തിലേറ്റിക്കർ സംഭവിച്ചത്. അതായത് ഒരു ഫജ്ർ നിസ്കാരത്തെ ടൈമിൽ എന്തായിട്ട് ടൈം ലേറ്റ് ആയിട്ട് എണിക്കുക അങ്ങ് ഉറങ്ങി പോയാറ്. എണിക്കുക ലേറ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാജത്ത് പൂർത്തിയാക്കുകയായിട്ട് പോയിട്ട് അങ്ങനെ ഹാജത്ത് പൂർത്തിയാക്കി പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ടത് കാണ്ടില്ല. ഫജ്ർ നിസ്കാര കലിയുകയിട്ട് ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു എതിർ പോയിട്ട് മുസ്ലിമീങ്ങൾക്ക് ഇമാമത്തായിട്ട് നിസ്കരിച്ചത്. അങ്ങനെ ഇമാമത്തായിട്ട് നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ റക്അത്തിലേറ്റിക്കർ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഫ മഅൽ മുസ്ലിമീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളൊട്ടിಗೆ ಬಂತು സഫുൽ നിന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പേരോളു ഫസല്ല വറാഅ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പേരോളു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. അപ്പൊ ഇത് കണ്ടിട്ട് സഹാബിരങ്ങൾ പേടിച്ചു പോയാർ. ഫഫസിയാൽ മുസ്ലിമീങ്ങൾ പേടിച്ചു പോയാർ. കാരണം ഇത് അദബ് കേടാണ്. ചൊന്നെങ്കിൽ നബിക്കുമ്പത്തും ഞങ്ങൾ ഇമാമായിട്ടായിട്ട് നിസ്കരിക്കരുത്, അതൊരു അദബ് കേടുണ്ടാണ് പേടിച്ചിട്ട് ഫഅക്സിറു തസ്ബീഹ് കൊറിയ സഹാബിരങ്ങൾ തസ്ബീഹ് ചൊല്ലോ സ്റ്റാർട്ട് ആക്കിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പെറുപിറകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്തായിട്ട് നിൽക്കുകയും കൊറിയ സഹാബിരങ്ങൾ എന്താക്കിയാൽ തസ്ബീഹ് ചൊല്ലോ സ്റ്റാർട്ട് ആക്കിയാണ്. അങ്ങനെ മാത്രമാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിസ്കാരം കംപ്ലീറ്റ് ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തപ്പിയ ഒരു നിസ്കാരം നബി നിസ്കരിച്ചിട്ടായി. പിന്നെ ഫലമ്മ സല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ബീറ്റയിൽ പിന്നെ ഖാല ലഹും സഹാബികളോട് ചൊന്തു ഖദ് അഹ്സൻതും നിങ്ങൾ ആക്കിയത് നല്ല സൊറൈറ്റിക്ക്. അതായത് കറക്റ്റ് ടൈമിന് നിങ്ങൾ എന്താക്കിയാറ് നിസ്കരിച്ചാറ് അത് നല്ലൊരു ഇതേറ്റിക്കറ് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ അപ്രിഷിയേറ്റ് ആക്കുന്നതേറ്റിക്കറ് നമുക്ക് അവിടെ കാണാൻ സാധ്യമാണ്. ചെന്നെങ്കിൽ ടൈം കലിയുകാവുമ്പോഴത്തേറ്റിക്കറ് ഇങ്ങനെ സഹാബികളെ എതിർ പോയിട്ട് നിസ്കരിച്ചു. അല്ലാണ്ട് നബിരെ കാക്കാണ്ട് പോയിട്ട് നിസ്കരിച്ചതല്ല. ഇന്ന് കുറെ ആൾമാർ ഞങ്ങളുടെ പ്രായത്തിലുള്ള എന്തിരെ ടൈം ആയ ഗൊന്തില്ല അപ്പമേ ഇമാമരെ കാക്കാണ്ട് പോയിട്ട് ആരെയും ഓർത്ത പോയിട്ട് എതിർ നിസ്കരിക്കും. പള്ളികൂർ ഇമാം ഉണ്ട്. അപ്പൊ പള്ളികൂർ ഇമാം ഇക്കുമ്പോഴത്തേക്കും ടൈം ആവുമ്പോഴത്തേക്കും തെല്ല് കാക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു ഹദീസിൽ കാണ്ട് ഇമാമു ബറാಂಟೆ സഫർ ಎಂಚಿ ನಿಕ್ಕುವ ಸಮೇತ ತೀರ ಇಂಡೆಂದ್ರೆ ടൈം നോക്കറേ ടൈം ആയിട്ട് ടൈം ടീൻ ആ സൗണ്ട് കേൾക്കുമ്പോ എല്ലാരും ಎಂಚಿ നിണ്ടെത്തുമായിട്ട് ഇമാം ബന്ത ഇല്ല അതൊന്നും നോക്കില്ല. പിന്നെ ഒർത്ത ഒരാൾ പോയിട്ട് എതിർ നിന്നിട്ട് നിസ്കരി അങ്ങനല്ല കുത്തീര. ഒരു പള്ളിക്ക് ഒരു ഇമാം ഇക്കുമ്പോഴത്തേക്കും ആ ഇമാമ് ബണ്ടത് ഒരു തെല്ലാറേം കാക്കും. അങ്ങനെ തെല്ലാറെ കാത്തിട്ട് പിന്നും ബണ്ടില്ലെങ്കിൽ എന്താക്കുക നമുക്ക് എതിർ പോയിട്ട് നിസ്കരിക്കാം. അല്ലാണ്ട് ടൈം ആയ സാത്വിക പോയിട്ട് അങ്ങനെ എതിർ നിസ്കരിക്കരുത്. ഒർക്കും സമല്ല ചൊല്ലതേറ്റിക്കര് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ. അപ്പൊ ഊടെ സാഹബിർ അങ്ങനെ നിസ്കരിക്കുക കാരണം എന്തേ ടൈം കലീറാണ്ട് പേടിച്ചിട്ടേറ്റിക്കര് അങ്ങനെ നിസ്കരിച്ചതേ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഇതേ യാത്രയിൽ പിന്നൊരു സംഭവം നടക്കുന്നത് ചൊന്നെങ്കിൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസ് ഏറ്റിക്കര് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചൊല്ലറേ ഇങ്ങനെ ഞങ്ങൾ ജാവുക ഇങ്ങനെ യാത്ര പോയോണ്ടിരുന്ന. അപ്പൊ ജാവുക ഇങ്ങനെ യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വണ്ടൽ തെച്ചിത്തിക്കര് നബി ഇങ്ങനെ വണ്ടൽ തെച്ചിട്ടിക്കും നബി ജോർ വർക്ക് പണ്ട് നബി തൂങ്ങുക സ്റ്റാർട്ടാവും. വർക്ക് പഞ്ഞ അങ്ങനെ കൺട്രോൾ ആയില്ലെങ്കിൽ പിന്നെ ആൾമാർ തൂങ്ങുറാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വർക്ക് തൂങ്ങുക സ്റ്റാർട്ടാവും. അപ്പൊ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചൊല്ലറേ ഇത് കണ്ടിട്ട് നക്ക് പേടിയായിട്ട് നബിയോട് ബൂന്നു പോവാ. അപ്പൊ അബൂ ഖതാദ എന്താക്കറേ അയാളുടെ വണ്ടല് നബിരെ വണ്ടര മുട്ട ബന്ത് നബിക്ക് ഷോൾഡർ വെച്ചു കൊടുക്കറേ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ ഷോൾഡറിൽ ചാഞ്ഞിട്ട് വറഞ്ഞിട്ട് ചൊന്തു അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എന്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷോൾഡർ ഇങ്ങനെ വെച്ചു കൊടുക്കുറേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷോൾഡറിൽ ചാഞ്ഞിട്ട് വറങ്ങിട്ടുണ്ടെത്തിക്കറ് ഹദീസിൽ കണ്ട് യാത്ര പോയോണ്ടുള്ളാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖതാദ ഷോൾഡറിൽ ഇങ്ങനെ തല ചാച്ചിട്ട് വറങ്ങിട്ട് അങ്ങനെ ചൊമ്മ ദൂരെ പോയിട്ട് അങ്ങനെ സുബൈ മുട്ടാകുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഡൻ എസർത്തായിട്ട് അങ്ങനെ സഡൻ എസർത്താകുമ്പോഴത്തേക്കും ചിമ്മല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും മൻഹാദ ഇത് ആറ്. അതായത് ഷോൾഡറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിട്ട് ഈ ഷോൾഡർ ആറ് ഇത് നക്ക് ഇങ്ങനെ ഷോൾഡർ പിടിച്ച് ഇതാറ് കേൾക്കും. അപ്പൊ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഇത് അബൂ ഖതാദ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും മത്താ കാന ഹാദ മസീറക മിന്നി നീനിങ്ങനെ നന്റെ ചാഞ്ഞ് നിപ്പാട്ടിട്ട് എത്ര നേര ഇങ്ങനെ ഞങ്ങൾ യാത്ര ബന്ന ഇങ്ങനെ ഞങ്ങൾ എത്ര നേര യാത്ര ബന്ന ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചൊല്ലു യാ റസൂലല്ലാഹ് ഹാദാ മസീരി മിൻക മുൻദു ലൈല
ഇത് ഇന്നലെ ജാവുൽ പിന്നമേ ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഉള്ള ചൊന്തയിട്ടിക്കര് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചൊല്ലുറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഹഫിളകല്ലാഹു ബിമാ ഹഫിൾത ബിഹി നബിയഹു. ഏതൊരു അല്ലാഹു നബിരെ നീന് സംരക്ഷിച്ചമാ ആ അല്ലാഹു നിന്നും സംരക്ഷിക്കട്ട്, ആ അല്ലാഹു നിന്നും പ്രൊട്ടക്ട് ആക്കട്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ദുആർക്കര്. അപ്പൊ ഇത് തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തിൽ നടന്ന ഒരു സംഭവമായിട്ടിക്കറ. സഹാബിരങ്ങൾക്ക് എത്രത്തോളം നബിരൊട്ടിಗೆ പിരിസಂತು ചൊല്ലുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം അല്ലേ? അങ്ങനെ വർക്ക് ಬಿಟ್ಟುತ್ತು നബി വർങ്ങുമ്പത്തുകു നബിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ട് അത്ര ആ ഒരു സഫറിൽ ഇങ്ങനെ പോണ്ട ടൈമിൽ ആ ഷോൾഡർ വെച്ചു കൊടുക്കുന്ന എത്ര കഷ്ടത്തെ ഒരു വിഷയം ആയെങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർങ്ങട്ട് ചൊന്തു ആ ഒരു രീതിയിൽ നബിരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതല്ല നമുക്ക് കാണാൻ സാധ്യം. അങ്ങനെ പിന്നെ തബൂക്ക് മുട്ടമുട്ടാവും. ആ യാത്ര തബൂക്ക് മുട്ടമുട്ടാവുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസിൽ കണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചൊല്ലെ കാന യജ്മഉ സ്വലാത്ത ഫസല്ല അദ്ദുഹ്റ വൽ അസ്റ ജമീഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാര ജണ്ട് ഒട്ടിಗೆ ആക്കിയുണ്ട്, അത് ജമ ആക്കിയുണ്ട്. അതായത് ളുഹർ നിസ്കാരം അസ്ർ നിസ്കാരം ഒട്ടിಗೆ നിസ്കരിക്കലും വൽ മഗ്രിബ വൽ ഇശാ ജമീഅൻ, മഗ്രിബും ഇശാവും ഒട്ടിಗೆ നിസ്കരിക്കും. അത് സഫറിൽ പോകുമ്പോ ജമ കസറെ ആ ഒരു രീതിയിലായിട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു ഇന്ന്. അങ്ങനെ തബൂക്ക് മുട്ടാവുമ്പത്തുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചൊന്തു, ഇന്നക്കും സതഅതൂന ഗദൻ ഇൻഷാ അല്ലാഹ് ഐന തബൂക്ക്. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് നാളിക്ക് തബൂക്കിലെ മുട്ട പോണ്ട. തബൂക്ക് അവിടെ ഒരു എന്തുണ്ട്, ഒരു കൊല ഉണ്ട്. ആ കൊലത്തെ മുട്ട അവിടെ ഞങ്ങൾ എത്ര. വഇന്നക്കും ലൻ തഅതൂഹ ഹത്താ യുബ്ഹിഹ അൻ-നഹാർ ഫമൻ ജാഅഹ മിൻകും ഫലാ യമസ്സ മിൻ മാഇഹ ഷൈഅൻ ഹത്താ ആതിയ. ആ കൊലത്തെ മുട്ട ആറ് പോയെങ്കു ಅದರ ತನ್ನಿ ನಾ ಬರಾಂಟೆ ನಿಂಗ ಆರು ಕುಡಿಕೋತೀರಾ, ಅದರ ತನ್ನಿ ನಿಂಗ ಆರು ಮೆಡ್ಕೋ ಗೊತ್ತೀರಾ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചൊന്തു. അങ്ങനെ പിന്നെ സഹാബികൾ എതിർ പോയാറ്. അങ്ങനെ തബൂക്ക് ചൊല്ലുற ആ ജാഗിಗೆ എത്തിയപ്പ എതിർಲು പോയ രണ്ട് സഹാബികൾ നിന്നാറ്. അങ്ങെന്താക്കിയാറ്, അവിടെ പോയിട്ട് ആ തന്നി എടുത്ത് കുടിച്ചാറ്. ഉല്ലമേ തെള്ളു തന്നി, ആ തെള്ളു തന്നി എടുത്തിട്ട് അങ്ങെന്താക്കിയാറ് കുടിച്ചാറ്. ചൊന്നെങ്കിൽ ആ തായ്ക്കൽ അങ്ക് സദിക്കുകയാവട്ടെ അങ്ങ് കുടിച്ചു പോയാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് സഹാബികളെ കേട്ടിട്ട് ഹൽ മസസ്തുമാ മിൻ മാഇഹാ ഷൈഅൻ, ഇതിരെ തന്നി നിങ്ങൾ കുടിച്ചാറ? അപ്പൊ ഖാല അങ്ങ് ചൊന്നാർ നഅം അതെ ഒക്കു നബിയെ. ഫസബ്ബഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമ്മെ ഗോജാക്കി തങ്ക് കുടിക്കേണ്ട ചൊന്തിന്നല്ലേ പിന്നെന്ത് കുടിച്ച ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ജനറൽക്കും ഗോജാക്കി. അതിൽ പിന്നെ ഉല്ല തന്നി, ആ ഉല്ല തന്നിര് എങ്ങനെല്ലാക്കിയിട്ട് സഹാബിരങ്ങ ഒട്ടിಗೆ ആക്കിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ബീത്തിയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഗസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹി യദൈഹി വവജ്ഹഹു. നബിരെ കയ്യും കഴുകിയിട്ട് ആ തന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖ കഴുകിയിട്ട്. അങ്ങനെ മുഖം കയ്യും കഴുകിയ ആ തന്നിരെ സുമ്മ ആദഉ ഫീഹ, ആ കൊൽത്തിಗೆ സഹാബിരങ്ങ എന്താക്കിയാൽ ബീത്തിയാർ. അങ്ങനെ ബീത്തിയപ്പ ഫജറത് അൽ ഐനു ബിമാഇൻ മുൻഹമിർ, ആ കൊലത്തിൽ ഒരു ഒസർ ബറ സ്റ്റാർട്ട് ആയിട്ട് സമൃദ്ധമായിട്ട് ഭയങ്കര തന്നി ആ കൊല ഫുള്ളാവുற പോലെ ഭയങ്കരമായിട്ട് ആ തന്നി ഒസറ് പൊട്ടിട്ട് തന്നി ಬಂತುಂಟೈತಿಕ್ಕರು ഹദീസിൽ നമുക്ക് കാണാൻ സാർ. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്തൈതിക്കർ. ഹത്താ ഇസ്തഖന്നാസ്, ആൾമാരല്ല ആ തന്നി കുടിച്ചാറ്. അതിൽ പിന്നെ ആൾമാർ എന്താക്കിയാർ, ആ തന്നി കുടിച്ചാറ്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുಗೆ വിളിച്ചിട്ട് ചൊല്ലു, യൂഷികു യാ മുആദ്, ഏ മുആദ്, ഇൻ ത്വാലത് ബിക ഹയാതുൻ അൻ തറ മാ ഹാഉന ഖദ് മുലിഅ ജിനാനൻ. ഏ മുആദ്, നീ മീത്തി എനും ചമ്മ വർഷ ജീവിക്കറാണ്ടായെങ്കിൽ ഈ ജാഗല് തോട്ടത്തെ ഒരു ജാഗയായിട്ട് നീ കാണ്ട. അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോഴത്തേക്ക് അതൊരു മരുഭൂമിയുടെ ജാഗ, ഒരു തന്നില്ലാത്ത ഒരു തോട്ട ഇല്ലാത്ത ഒരു ജാഗ, ഒരു മര സമയത്ത് ഇല്ലാത്ത ജാഗ ഇത്തിന്തത്. ആ സന്ദർഭത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുற, നിക്ക് ഹയാത്ത് യാറ ഉണ്ടുണ്ടായെങ്കിൽ നീന് ഈ ജാഗയിൽ ഇനി തോട്ടത്തെ നോക്കറ, ഇനി സമൃദ്ധമായിട്ട് ഇതിൽ തോട്ട ബണ്ട് ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ചൊല്ലുற. ചരിത്രത്തിൽ കാണ്ട് ഇത് ചൊന്തു നബി കൊറിയ ടൈമിൽ പിന്നെ അവിടെ പിന്നെ തോട്ട നിറഞ്ഞു തിന്നിട്ടുണ്ടായിത്തിക്കറ് നമുക്ക് ചരിത്രത്തിൽ ഇണ്ടും. തബൂക്ക് തോട്ടത്തെ റായ ചൊന്തു അറിയപ്പെട്ട ഒരു റായ ഇട്ടിക്കറ് തബൂക്ക് ചൊല്ല ജാഗ ചൊല്ലത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിക്കറ്. അപ്പൊ ഇതെല്ലാം എന്തിനാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തെ ഇട്ടിക്കറ്. അള്ളാഹു വഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതും നബി പ്രവചിച്ചതല്ല നമുക്ക് ഇതിൽ കാണാൻ സാധ്യ ഒരു കാര്യം ഇട്ടിക്കറ്.
അങ്ങനെ പിന്നെ തബൂക്ക് വന്നാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലു 20 നാളത്തോളം അവിടെ ദച്ച് തിന്ത് പ്രത്യേകമായിട്ട് അവിടെ എന്തായിട്ടില്ല യുദ്ധം നടന്നിട്ടില്ല. കാരണം ശത്രുമാർ ಬಂತೇ ಇಲ್ಲ, ಖಾಲಿ പേടി പാട്ടിലെ മാത്ര ഞങ്ങ ಬಂಡಾಂಟ್ ശത്രുമാർ ബറാത്ത് സബലു 20 നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലു സ്റ്റേ ആയിട്ട് പിന്നെ തിക്കറി റിട്ടേൺ മടങ്ങറി. ഇൻഷാ അല്ലാഹ് ആ തബൂക്കിൽ പിന്നെ വേറെ എന്തിനാ സംഭവിക്കരു ചൊല്ലതും പിന്നെ റിട്ടേൺ മടങ്ങി വന്നതിൽ പിന്നെ എന്തെല്ലാം സംഭവിക്കരു ചൊല്ലതും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.